ഇത് HP-യുടെ ബാഗാണ്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഇത് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിന് ഏകദേശം 320 രൂപ വില വരുന്നത്. ഇത് നമ്മളെ സഫാരിയുടെ ബാഗുണ്ട്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് ഇതിന്റെ വില. 100 രൂപയാണ് പേന. നല്ല ബ്രാൻഡഡ് ജോൺസന്റെ കുടയാണ്. ഈ കുടയ്ക്ക് ഏകദേശം 440 രൂപ വില വരുന്ന കുടയാണ്. 440 രൂപ വില വരുന്ന നല്ല ബ്രാൻഡഡ് ജോൺസന്റെ കുടയാണ്. അതിനുണ്ട് നല്ല 300 രൂപയുടെ നല്ല ക്വാളിറ്റി ബോട്ടിലാണ് ഈ കാണുന്നത്. നല്ല ക്വാളിറ്റി യുണീക്കിന്റെ റോളാണിത്. ഇതിന് ഏകദേശം 45 രൂപ വില വരുന്ന റോളാണ് ഇവിടെ ഉള്ളത്. അഡീഡാസിന്റെ ബാഗുണ്ട്. ഇതിനും 750 രൂപയാണ് വില വരുന്നത്. ഡോംസിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് 90 രൂപ വരുന്ന ഡോംസിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഈ കാണുന്നത്. ഏകദേശം 3000 അതിൽ പുറത്തോ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചാൽ വരുന്ന ഒരു കിറ്റാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ അത് റിഡക്ഷൻ ചെയ്ത് 2500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ നിന്നും 500 രൂപ നമ്മൾ ലാഭമായി മൊത്തത്തിൽ 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ പാതി വിലയ്ക്കാണ് ട്രസ്റ്റും കൊടുക്കുന്നത്. 30-ാം തീയതി രാവിലെ 10 മണി മുതൽ 500 കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുകയാണ്. അത് LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ ദിവസം 31-ാം തീയതി തയ്യൽ മെഷീനും ലാപ്ടോപ്പിൻ്റെയും വിതരണമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നടത്തുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഇതിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി കൊല്ലം ജില്ലയിൽ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയാണ്. കിറ്റ് 500 പേര് അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ജോലി അവിടെയും നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. നമ്മളെ HP-യുടെ പുതിയ ബാഗാണ്. നല്ല സിബൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പുതിയൊരു ബാഗാണ്. നമ്മൾ നല്ല കമ്പനി ബുക്കാണിത്. നല്ല ക്വാളിറ്റി പേപ്പേഴ്സ് ഉള്ള നല്ല കമ്പനിയുടെ ബുക്കാണ്. അതിനുശേഷം നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട് ജിയോമിയുടെ. അതിനുശേഷം നമ്മളെ ഒരു സ്റ്റീൽ ബോട്ടിലാണ്. നല്ല ക്വാളിറ്റി ഐറ്റമാണ്. പിന്നെ നമ്മളെ ലഞ്ച് ബോക്സ് സ്റ്റീലാണ്. പിന്നെ റൈറ്റിംഗ് ബോർഡ് അൺബ്രേക്കബിൾ ആയിട്ടുള്ള കട്ടിയുള്ള റൈറ്റിംഗ് ബോർഡാണ്. അതിനുശേഷം ഒരു ജോൺസന്റെ കമ്പനി കുടയാണ്. പിന്നെ ഒരു പാക്കറ്റ് 10 പേന വരുന്ന മോണ്ടക്സിന്റെ പേനയാണ്. അതിനുശേഷം 2 റോള്. ഇത്രയാണ് നമ്മളെ പാക്കിങ്. ഇത്രയും സാധനങ്ങളാണ് ഒരു കിറ്റിൻ്റെ ആയിട്ട് വരുന്നത്. അവർ പറഞ്ഞേക്കിനനുസരിച്ച് ഇപ്പം 500 കിറ്റാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പാക്കിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുൻപ് തന്നെ പാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നാളെ കൂടി ആയിട്ടേ തീരുകയുള്ളൂ. എല്ലാം കമ്പനി ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, ഓരോ കിറ്റുകളുടെ അടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിൽ ആദ്യം സ്കൈ ബാഗിന് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നു. പക്ഷേ സ്കൈ ബാഗ് വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ആ ഒരു ലോട്ട് തന്നെ ഫുള്ള് റിജക്റ്റ് ചെയ്തിട്ട് അഡിഡാസിൻ്റെയും അതുപോലെ HP എന്ന് പറയുന്നത് +1 +2 ലെവലിലുള്ള കുട്ടികൾക്കായിരിക്കും അത് പോകുന്നത്. അതുപോലെ സഫാരി, പിന്നീട് അടുത്തത് അഡിഡാസ്, സഫാരി, അമേരിക്കൻ ടൂറിസ്റ്റാണ്. ഈ 3 എണ്ണമാണ് സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് പോകുന്നത്. HP എന്ന് പറയുന്ന ബ്രാൻഡ് ബാഗ് പോകുന്നത് +1 +2 ലെവലിലുള്ള കുട്ടികൾക്കാണ്. അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് LKG മുതൽ LP UP തലത്തിലുള്ളവർക്കെല്ലാം കളർ ബാഗുകൾ, അതുപോലെ കളർ കുടകൾ, വർണ്ണക്കുടകൾ, അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു അഭിരുചി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ LKG LP ലെവലിലുള്ള കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം കിറ്റുകളായിരിക്കും. അവർക്ക് അങ്ങനെയൊക്കെയുള്ള അഭിരുചി അനുസരിച്ചുള്ള കിറ്റുകൾ ആണ് താല്പര്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ പരമാവധി കുട്ടികളുടെ കൂടെ അഭിരുചി, അതുപോലെ ടീച്ചർമാരുടെ ഉപദേശങ്ങൾ, അംഗൻവാടി വർക്കർമാരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ നമ്മൾ തേടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് അവർക്കൊക്കെ വേണ്ടുന്നത്. അതൊക്കെ പരമാവധി ഉൾപ്പെടുത്താൻ പറ്റുന്നതെല്ലാം ഉൾപ്പെടുത്തിയാണ് കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യസായി ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അവർക്ക് 500 കിറ്റ് വേണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഭാഗമായി 500 കിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്കൂൾ കിറ്റ് വിതരണം 30-ാം തീയതി തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ നടത്തും. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയമുണ്ട്. അവിടെ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ നടക്കും. ഇത് 500 പേർക്കാണ് നമ്മൾ കൂപ്പൺ കൊടുത്തിട്ടുള്ളത്. 101 മുതലുള്ള ആ നമ്പറുകളുടെ ക്രമത്തിലനുസരിച്ച് വിതരണം നടക്കും. അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ തീരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ വന്നാൽ മതി. അപ്പോൾ 500-ലുള്ള ആൾക്കാർ ആദ്യം തന്നെ വന്ന് തള്ളണമെന്നില്ല. നമ്മൾ ആ ഒരു 1 മുതൽ 100 വരെയുള്ളത്, അതുപോലെ 100 മുതൽ 200 ആ ഒരു മുൻഗണന അനുസരിച്ചാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവരുടെ വാഹനം വന്ന് ഇത് കൊണ്ടുപോയാൽ മാത്രം മതിയാവും.